ഹലോ. അപ്പം ഞങ്ങളിത് ഇന്നൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ പോണേണ്ട. അപ്പം തലേ ദിവസത്തെ ചോറ് ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ടായി. അപ്പം അത് വെച്ചിട്ടാണ് ഇന്ന് ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ പോണത്. അപ്പം മീൻകറിയാണ് കൂടുതലും ഉള്ളത്. ക്യാരക്കറി, കിളിമീൻ കറി, കിളിമീൻ വറുത്തത്, പിന്നെ മുട്ട വറുത്തത്, പിന്നെ തക്കാളിക്കറി, ഇതൊക്കെയാണ് നമ്മുടെ കറി. അപ്പം നമുക്ക് കാണാം. കേടക്കടി, മുട്ടക്കടി, കിളിമീൻ വറുത്തത്. അപ്പം അതേ ഞാൻ ചട്ടിച്ചോറിലോട്ട് വെക്കേണ്ട മുട്ട വറുത്തെടുത്തിട്ടുണ്ട്. മുളക് പൊടിയും സവാളയും ഇത്തിരി ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ മുട്ട വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ട നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ നമ്മുടെ ചട്ടിച്ചോറിന് വേണ്ട മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലായിട്ട് ഞാൻ ഇന്നലത്തെ ചോറ്, ഞങ്ങളുടെ ഇവിടെ പഴഞ്ചോറെന്നാണ് പറയണത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ചട്ടിച്ചോറിലോട്ട് ചോറ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ 2 ദിവസം മുന്നേ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയില്ലേ, അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലത്തെ കിളിമീൻ കറി, ചെറിയ കിളിമീൻ വാങ്ങിച്ചായിരുന്നു, അത് ഞാൻ മാങ്ങയിട്ട് തിളപ്പിച്ചിട്ട് അത് ഇന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട്, അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചാറായിട്ട് ഒഴിക്കണത് നമ്മുടെ ക്യാര മീൻ കറിയാണേ. അപ്പം ഞാൻ നല്ല മാങ്ങയിട്ട് നല്ല തിളപ്പിച്ച ക്യാര മീൻ കറിയും പിന്നെ നമ്മുടെ കിളിമീൻ വറുത്തയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരിത്തിരി തക്കാളി കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണേ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചട്ടിച്ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്റ്റൈല്. നമുക്കിത് കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കാനുള്ള ബഡ്ജറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ സൂപ്പർ കറികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിൽ നല്ല ചട്ടിച്ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ കഴിക്കണേ. അപ്പോൾ ഞങ്ങളതേ ചട്ടിച്ചോറ് കഴിക്കണുണ്ട്. ഇത് പറയാൻ പറ്റുള്ള അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ ഈ പഴഞ്ചോറ് കഴിക്കണവർക്കറിയാം അതിൻ്റെ ടേസ്റ്റും പഴയ മീൻകറിയുടെ ടേസ്റ്റും എന്താണെന്ന്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ പഴയ മീൻകറിയും പഴഞ്ചോറും കൂടി കഴിക്കാൻ. അത് വേറെയും കുറച്ചും കൂടി കറിയെടുത്ത് മൺചട്ടിയിലിട്ട് എല്ലാം കൂടി കുഴച്ച് കഴിച്ചപ്പോഴത്തേനും സൂപ്പർ ടേസ്റ്റായേ. അപ്പം ഞാൻ സൂപ്പറെന്ന് കാണിച്ചപ്പോഴത്തേനും നമ്മുടെ ഈഗമ്മയും സൂപ്പറെന്ന് കാണിക്കണുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ വീട്ടിലുള്ള കറി മാത്രം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കണം. അപ്പം നമ്മുടെ മക്കൾക്കൊരു സന്തോഷമാവില്ലേ, എപ്പോഴും പ്ലേറ്റിൽ കഴിക്കണമല്ലേ. വല്ലപ്പോഴൊക്കെ 1-2 കറി മതി. ഇങ്ങനെ മൺചട്ടിയിലൊക്കെ പിള്ളേർക്ക് ചോറ് കൊടുക്കുമ്പോഴത്തേനും അവർക്കൊരു സന്തോഷമാണ്. അപ്പം ഞാൻ എല്ലാ കറിയിൽ നിന്നും ഓരോ ഇത്തിരിച്ചേ വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാത്തിൻ്റെയും കൂടി ടേസ്റ്റ് വന്നപ്പോഴത്തേനും. അപ്പം നമ്മുടെ കിളിമീൻ കറിയില്ലേ തലേ ദിവസത്തെ, അതിനാണ് അടിപൊളി ടേസ്റ്റ്. അപ്പം എൻ്റെ ഈഗക്കുട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടേ, അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അവൾ നല്ല എൻജോയ് ചെയ്ത് കഴിക്കണുണ്ടേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ ചട്ടിച്ചോറ് കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണിയൊക്കെ ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.